إلا الذين يصلون إلى قوم بينكم وبينهم ميثاق أو جاءوكم حصرت صدورهم أن يقاتلوكم أو يقاتلوا قومهم ولو شاء الله لسلطهم عليكم فلقاتلوكم فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله عليكم سبيلا ഇല്ലല്ലദീൻ എന്നാൽ ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ വധിക്കാൻ പാടില്ല. യസ്വിലൂൻ അവർ ബന്ധപ്പെടുന്നു, ഇലാ ഖൗം ഒരു കൂട്ടരുമായി ബന്ധപ്പെടുന്നു, ബൈനകും വബൈനഹും മീസാഖ് നിങ്ങളുടെയും അവരുടെയും ഇടയിൽ സമാധാനത്തിന്റെ കരാറുണ്ട്. ഔ ജാഊകും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അരികിൽ വന്നു, ഹസ്റത് സുദൂറുഹും അവരുടെ മനസ്സുകൾ ഇടുക്കമാകുന്നു, ഐ യുഖാതിലൂകും ഔ യുഖാതിലൂ ഖൗമഹും നിങ്ങളോട് യുദ്ധം ചെയ്യാനും അവരുടെ സമൂഹത്തോട് യുദ്ധം ചെയ്യാനും അവരുടെ മനസ്സ് ഇടുക്കമായ നിലയിൽ നിങ്ങളുടെ അരികിൽ വരികയും ചെയ്തിരിക്കുന്നു. ഇവരെയും നിങ്ങൾ വധിക്കാൻ പാടില്ല. വലൗ ശാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലസല്ലതഹും അലൈക്കും അവരെ നിങ്ങളുടെ മേൽ അധികാരിയാക്കുമായിരുന്നു. ഫലഖാതലൂക്കും അങ്ങനെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഫൈൻ ഇഅ്തസലൂക്കും ആകയാൽ അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നാൽ, ഫലം യുഖാതിലൂക്കും അങ്ങനെ നിങ്ങളുമായി യുദ്ധം ചെയ്യാതിരിക്കുകയും ചെയ്താൽ, വഅൽഖൗ ഇലൈക്കുമുസ്സലം നിങ്ങളുമായി സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്താൽ, ഫമാ ജഅലല്ലാഹു ലക്കും അലൈഹിം സബീലാ അല്ലാഹു നിങ്ങൾക്ക് അവരുടെ മേൽ ഒരു മാർഗവും ഉണ്ടാക്കി തന്നിട്ടില്ല. പൊതുവായ നന്മകൾ ചെയ്യാതെ അതിൽ നിന്ന് മാറി നിൽക്കുകയും മാത്രമല്ല ശത്രുക്കളുടെ കൂട്ടത്തിൽ കൂടി അക്രമങ്ങൾ കാട്ടുകയും ചെയ്യുന്നവരോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ടത്. ഈ ആയത്തിൽ പറയുന്നു, ആരെങ്കിലും ഇതുപോലെ പൊതുവായ നന്മകളിൽ നിന്നും മാറി നിന്നു എന്നിട്ട് നല്ലവരായ അമുസ്ലിമുകളുമായി ബന്ധപ്പെട്ട് കഴിയുന്നു, നിങ്ങൾ അവരുടെ വിഷയത്തിൽ വളരെ ഉദാര സമീപനം സ്വീകരിക്കണം. അവരുമായി വഴക്കുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ നിങ്ങൾ പോകാൻ പാടില്ല. ഇത് കഴിഞ്ഞ ആയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വിശദീകരണം കൂടിയാണ്. നമുക്ക് എതിർപ്പ് നന്മയിൽ നിന്ന് മാറി നിൽക്കുകയും എന്നിട്ട് അവസാനം ദീനിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുകയും സമുദായത്തിൽ ഛിദ്രീകരണത്തിനും ശിഥിലീകരണത്തിനും പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രശ്നക്കാരാണ്. അവർ നമ്മൾ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് നേരിടുക തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെയൊന്നുമില്ല. ഒരു പൊതുവായൊരു നന്മ നടക്കുന്നു, ആ നന്മയിൽ അവർ പങ്കെടുത്തില്ല, അത് വലിയ കുറ്റമാണ്, തെറ്റാണ്. ആ വിഷയത്തിൽ അവരെ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അവരോട് യുദ്ധം ചെയ്യലോ
അവർ ബന്ധപ്പെട്ടവരോട് യുദ്ധം ചെയ്യലോ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇല്ലല്ലദീന യസിലൂന ഇലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്. ഒരു കൂട്ടം ആളുകൾ നിങ്ങളിൽ നിന്ന് പോയി അവർ നിങ്ങളോട് യുദ്ധമില്ല, കരാറുള്ള സമാധാന സന്ധിയിലുള്ള ആളുകളിലേക്ക് ചേരുകയും ചെയ്താൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളെ മാത്രം പിടികൂടി നിങ്ങൾ വധിക്കുകയോ ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരുമായി യുദ്ധമില്ല സന്ധി ചെയ്തു ഹുദൈബിയയിൽ. ഈ സമയത്ത് ആരെങ്കിലും അവരിലേക്ക് പോയി ചേർന്നു, നന്മകളിൽ പങ്കെടുക്കാതെ അവർ മക്കയിലേക്ക് പോയി, ഈ സമയത്ത് അവരുമായി പ്രശ്നമുണ്ടാക്കുകയില്ല. ഇല്ലല്ലദീന യസിലൂന ഇലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ് ഔ ജാഊകും ഹസിറത് സുദൂറുഹും അൻ യുഖാതിലൂകും ഔ യുഖാതിലൂ ഖൗമഹും, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അരികിൽ വന്നു നിങ്ങളോട് യുദ്ധം ചെയ്യാനും അവരുടെ ആളുകളോട് യുദ്ധം ചെയ്യാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ രണ്ടു കൂട്ടരോടും സമാധാനത്തിൽ കഴിയാൻ ഉദ്ദേശിക്കുന്നു. അൻ യുഖാതിലൂകും ഔ യുഖാതിലൂ ഖൗമഹും, ഇവരുമായി നിങ്ങൾ അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ പിടികൂടി നിങ്ങൾ വധിക്കാനോ ദ്രോഹിക്കാനോ പാടില്ല. പിന്നെന്ത് ചെയ്യണം? കഴിവിന്റെ പരമാവധി അവർക്ക് നന്മയുടെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കണം, നന്മ ഉപദേശിക്കണം, തിന്മ തടയണം, അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കണം. കഴിഞ്ഞ ആയത്തിൽ പറയപ്പെട്ടു, അവരുടെ നന്മയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കണം, അവർക്ക് നന്മ ഉപദേശിക്കണം, അവരെ തിന്മ തടയണം. ബാക്കി അവരുമായി വഴക്കുണ്ടാക്കാനോ പ്രശ്നത്തിൽ പോകാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, പടച്ചവൻ അടുത്ത വചനത്തിൽ ഗൗരവത്തിൽ പറയുന്നു, വലൗ ശാ അല്ലാഹു ലസല്ലതഹും അലൈക്കും ഫലഖാതലൂകും. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളുടെ മേൽ അധികാരം നൽകുകയും അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. പടച്ചവന്റെ അനുഗ്രഹമാണ് യുദ്ധമില്ലാത്ത സമാധാനത്തിന്റെ അന്തരീക്ഷം. പടച്ചവന്റെ അനുഗ്രഹമാണ് പരസ്പരം പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സാഹചര്യം. അതിനെ വിലമതിക്കണം. എപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കണം, എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കണം, ഒരിക്കലും ആരും ആഗ്രഹിക്കരുത്. ഇവിടെ ഒരിക്കൽ കൂടി വീണ്ടും ഈ സൂറത്തിന്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. കുടുംബങ്ങളിൽ പ്രശ്നമുണ്ടാകണം, ഭാര്യ ഭർത്താക്കന്മാരെ വഴക്കുണ്ടാക്കണം, എല്ലാ സമയത്തും ഭാര്യയുമായ വഴക്ക്, എല്ലാ സമയത്തും ഭർത്താവുമായ വഴക്ക്, നിരന്തരം മക്കളോട് വഴക്ക്, എപ്പോഴും അയൽവാസികളുമായി സംഘട്ടനത്തിൽ. പടച്ചവൻ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് ഭാര്യയുമായി സന്തോഷത്തിൽ കഴിയാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ, ഭർത്താവുമായി സന്തോഷത്തിൽ കഴിയാൻ സാധിക്കുന്നെങ്കിൽ, മക്കളോടും കുടുംബത്തോടും അയൽവാസികളോടും സ്നേഹത്തിൽ കഴിയാൻ കഴിയുന്നുവെങ്കിൽ പടച്ചവന്റെ വലിയ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി. വലൗ ശാ അല്ലാഹു ലസല്ലതഹും അലൈക്കും ഫലഖാതലൂകും. ഓർക്കണം, അള്ളാഹു വിചാരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് പടച്ചവന് ശക്തി നൽകുകയും അധികാരം കൊടുക്കുകയും അവരുടെ കയ്യിൽ ആയുധം വെച്ചു കൊടുക്കുകയും അങ്ങനെ അവർ നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുമായിരുന്നു. പടച്ചവൻ അതിൽ നിന്ന് മാറ്റി ശാന്തതയുടെയും സമാധാനത്തിന്റെയും ഒരു അന്തരീക്ഷം കൊണ്ടുവന്ന് അതിനെ വിലമതിക്കും. അതുകൊണ്ട് വീണ്ടും പറയുന്നു,
فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. ആകയാൽ അവർ നിങ്ങളിൽ നിന്നും മാറി നിന്നു, നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും വരുന്നില്ല. ഫലം യുഖാതിലൂകും, അവർ നിങ്ങളോട് യുദ്ധമൊന്നും ചെയ്യുന്നില്ല, വഴക്കിന് വരുന്നില്ല. വഅൽഖൗ ഇലൈകുമുസ്സലം, നിങ്ങളുമായിട്ടവർ സന്ധിയിൽ ഏർപ്പെടുകയും ചെയ്തിരിക്കുന്നു. വഇൻ ജനഹൂ ലിസ്സൽമി ഫജ്നഹ് ലഹാ വതവക്കൽ അലല്ലാഹ്. സൂറത്ത് അൻഫാൽ, ഇതും പോരാട്ടത്തെ പറ്റിയുള്ള സൂറത്ത്. അതിൽ അല്ലാഹു തആല പോരാടണമെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇടയിൽ പറയുന്നു, ആ പോരാടാൻ വേണ്ടി നിങ്ങളോട് ശത്രുത കാണിക്കുന്നവർ സമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് സന്ധിയിലേക്ക് വന്നാൽ നിങ്ങളും താഴ്ന്നു കൊടുക്കണം. ഹാ കഷ്ടം! ഈ ഇസ്ലാമിനെ പറ്റി, ഇങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ പറ്റിയാണല്ലോ യുദ്ധത്തിന്റെയും പോരാട്ടത്തിന്റെയും വഴക്കിന്റെയും പ്രശ്നത്തിന്റെയും ആളുകൾ നിന്ന് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. وَإِنِ اعْتَزَلُوكُمْ فَلَمْ يُقَاتِلُوكُمْ وَأَلْقَوْا إِلَيْكُمُ السَّلَمَ فَمَا جَعَلَ اللَّهُ لَكُمْ عَلَيْهِمْ سَبِيلًا. അവരുടെ മേൽ പടച്ചവൻ നിങ്ങൾക്കൊരു വഴിയും തുറന്നു തന്നിട്ടില്ല. നിങ്ങൾ അവരോട് വഴക്കുണ്ടാക്കാൻ പോകരുത്, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്, നിങ്ങളിൽ അവരാരെയും പിടികൂടി നിങ്ങൾ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയോ അവരെ വധിക്കുകയോ ചെയ്യാൻ പാടില്ല. ഓർക്കണം, പൊതു നന്മയിൽ നിന്ന് മാറി നടക്കുന്ന ആളുകളെ പറ്റിയാണ് ഈ പറയുന്നത്. അവരുമായി പ്രശ്നത്തിന് പോകരുത്, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്, അവർ നിങ്ങൾ വധിക്കരുത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, നിരന്തരം അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, നിരന്തരം അവരോട് നമ്മൾ ഗുണകാംക്ഷ പുലർത്തിക്കൊണ്ടിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പരിശ്രമിക്കും, നേരായ വഴിയിലെത്തിക്കാൻ വേണ്ടി അധ്വാനിക്കും. പടച്ചവനതിന് ഫലവും നൽകും. അങ്ങനെ പരിശ്രമിക്കുന്നതിലൂടെ അവരിൽ ഭൂരിഭാഗം ആളുകളും നല്ല അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്, ഇന്നും വരുന്നുണ്ട്. അതേ, പ്രബോധനം ഒരു ശക്തിയാണ്. നന്മ ഉപദേശിക്കലും തിന്മ തടയലും ഒരു പ്രതീക്ഷയുടെ ചക്രവാളമാണ്. ആ വഴിയിൽ നിരന്തരം പരിശ്രമിക്കുന്നു, അധ്വാനിക്കുന്നു. അനുകൂല സാഹചര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിൻ. സമാധാന അന്തരീക്ഷങ്ങളെ സൗഭാഗ്യമായി കണ്ട് സത്യത്തിന്റെ സന്ദേശം നിങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നോക്കിൻ. ബാക്കി വഴക്കും വയ്യാവേരിയുമായി ഇത്തരം ആളുകളോട് നിങ്ങൾ ബന്ധപ്പെടരുത്. ഖുർആൻ കണിശമായും ശക്തമായും ഉപദേശിക്കുന്നു.